തലക്കെട്ട് കണ്ടപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകും. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. മുസ്ലിം ലീഗ് ചെയ്തത് നല്ല കാര്യമല്ലേ, പുണ്യപ്രവൃത്തിയല്ലേ? ദുരിതബാധിതർക്ക് 51 വീട് അവർ നിർമ്മിച്ച് നൽകിയില്ലേ? അതിനെ എന്തിനാണ് വിമർശിക്കുന്നത് എന്ന ചോദ്യമായിരിക്കും ഉയർന്നു വരിക. പക്ഷേ അതിലൊരു ചതിയുണ്ട്, ഒരു വഞ്ചനയുണ്ട്. 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നാണ് ലീഗ് പ്രഖ്യാപിച്ചത്. 51 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി. അഭിമാനിക്കാം അവർക്ക്. സർക്കാർ പദ്ധതിയിൽ വീട് നൽകിയവർ താമസിക്കുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് നൽകിയ വീടിൽ ആളുകൾ താമസം തുടങ്ങിയല്ലോ, ഗൃഹപ്രവേശനം ആഘോഷപൂർവ്വം നടത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ. അത് അവർ വലിയ ആഘോഷമാക്കി മാറ്റുന്നുമുണ്ട്. പക്ഷേ അതിലൊരു വലിയ ചതിയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് എന്നത് കൽപ്പറ്റ നഗരത്തിന് അടുത്താണ്. അതൊരു കേവലം ഒരു വീടല്ല നിർമ്മിച്ച് നൽകുന്നത്, അതൊരു ടൗൺഷിപ്പാണ്. അവിടെ ഒരു ടൗണിൽ താമസിക്കുന്നതിന് തുല്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 410 വീടുകളാണ് നിർമ്മിക്കുന്നത്. 150 ഏക്കർ സ്ഥലത്താണ് 410 വീടുകൾ നിർമ്മിക്കുന്നത്. അതോടൊപ്പം 12 കിലോമീറ്റർ റോഡ് ശൃംഖല നിർമ്മിക്കുന്നുണ്ട്. സോളാർ പാനൽ, ഓരോ വീടുകളുടെ മുകളിലും സോളാർ പാനലുണ്ട്. അണ്ടർഗ്രൗണ്ട് കേബിളിലൂടെയാണ് വൈദ്യുതി എത്തുന്നത് ഓരോ വീട്ടിലും. 9 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ജലസംഭരണി ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിന് 25 വീടുകൾക്ക് ഒരു സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നു, മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നു എന്നുകൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ നഴ്സറിയുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ, അവരുടെ വിദ്യാഭ്യാസത്തിന് തുടക്കമിടാൻ, അതല്ലെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ അവിടെ താമസിക്കാൻ, അവരെ സംരക്ഷിക്കാൻ ഒരു നഴ്സറി അവിടെ നിർമ്മിക്കുന്നു. ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. എന്ന് വെച്ചാൽ ടൗൺഷിപ്പിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തുകൂടാൻ വലിയൊരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. കളിക്കാൻ സ്റ്റേഡിയമുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് അവിടെ വരാൻ പോകുന്നു. സൂപ്പർ മാർക്കറ്റിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു ടൗൺഷിപ്പിനകത്ത് എന്നുകൂടി ഓർക്കണം. അതുമാത്രമല്ല, കൽപ്പറ്റ ടൗണിനടുത്താണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് 10 മുതൽ 15 ലക്ഷം രൂപ വരെ മൂല്യമുണ്ട് സ്ഥലത്തിന്. അതുകൂടാതെ വീടും. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് ഏകദേശം 1 കോടി രൂപയുടെ ആസ്തിയാണ് സർക്കാർ നൽകുന്നത് എന്നോർക്കണം. 1 കോടി രൂപയുടെ ആസ്തി. അത് ദുരിതബാധിതരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. അവരെ ചേർത്ത് നിർത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. അവർക്ക് ഭാവിയിൽ ജീവിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യവും നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരയായവർക്ക് നൽകുന്ന വലിയ സഹായമാണ് സർക്കാർ നൽകുന്നത് എന്നുകൂടി ഓർക്കണം. ഇന്ത്യയിലില്ല ഇത്തരമൊരു പുനരധിവാസ പദ്ധതി എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. മറുവശത്തോ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയത് 51 വീടുകളാണ്. ഇനി 49 വീടുകൾ കൂടി മുസ്ലിം ലീഗ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന വാർത്തകൾ ഇത് സംബന്ധിച്ച് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നിർമ്മാണം നടക്കുന്നു എന്നാണ് ലീഗ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. 3.5 ഏക്കർ സ്ഥലത്താണ് 51 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്ഥലം എന്നത് വള്ളിക്കാട് എന്ന ഉള്ളേരിയിലെ ഒരു ഗ്രാമപ്രദേശത്താണ്. ആകെ 3.5 ഏക്കർ ഭൂമി. ലീഗിൻ്റെ 51 വീടുകൾ നിർമ്മിക്കുന്നത് ഈ 3.5 ഏക്കർ ഭൂമിയിലാണ്. എന്ന് വെച്ചാൽ ഒരു വീടിന് കഷ്ടിച്ച് ലഭിക്കുന്നത് 2 മുതൽ 3 സെൻറ്റ് സ്ഥലം വരെ. 2 മുതൽ 3 സെൻറ്റ് സ്ഥലം വരെ. ഉള്ളേരി പ്രദേശത്ത് സ്ഥലത്തിൻ്റെ വില 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് വരുന്നത്. 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ. എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശമാണ്. ടൗണുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ സ്കൂളില്ല, മറ്റു സൗകര്യങ്ങളില്ല, നഴ്സറിയില്ല, ഓഡിറ്റോറിയമില്ല, കളിസ്ഥലമില്ല എന്നെല്ലാം ഓർക്കണം. 1 കോടി രൂപയുടെ ആസ്തി ഒരു കുടുംബത്തിന് സർക്കാർ നൽകുമ്പോൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീടിന്, മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ആകെ ആസ്തി എന്നത് എത്ര കൂടിയാലും ഒരു 40 ലക്ഷത്തിൽ അധികരിക്കില്ല. 40 ലക്ഷത്തിൽ താഴെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതേസമയം സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് 1 കോടി രൂപയുടെ ആസ്തിയാണ് എന്നോർക്കണം. എന്തിൻ്റെ പേരിലായാലും, രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ഈ 100 കുടുംബങ്ങളോട് മുസ്ലിം ലീഗ് ചെയ്തത് ഇത് വലിയ ചതിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞു പോയവരാണ് അവിടെ താമസിക്കുന്ന മഹാഭൂരിപക്ഷവും.
എന്ന് വെച്ചാൽ സർക്കാരിൽ നിന്ന് സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ വാങ്ങിപ്പോയവരാണ്. അവർക്കാണ് മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ടൗൺഷിപ്പിൽ വീട് തന്നാൽ മതി എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ മടക്കി നൽകാം എന്ന് പറഞ്ഞ് നിരവധി അപേക്ഷകൾ സർക്കാർ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശേഷിക്കുന്ന 49 കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്നിരുന്നാലും 51 കുടുംബങ്ങൾ അവർ പെട്ടു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരോട് വലിയ ചതിയാണ്, വഞ്ചനയാണ് മുസ്ലിം ലീഗ് ചെയ്തത് എന്നതാണ് ഈ നല്ലത് എന്ന് പറയുന്നതിൻ്റെ മറുപുറം. ആ മറുപുറം കാണാതെ നാം പോകരുത്. 51 വീട് നിർമ്മിച്ചു നൽകാമെന്ന് അല്ലെങ്കിൽ 100 വീട് നിർമ്മിച്ചു നൽകാമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവരും സർക്കാർ പദ്ധതിയുടെ ഭാഗമായേനെ. മുസ്ലിം ലീഗ് പിരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാൽ അത് അവർക്ക് എത്രമാത്രം സൗകര്യമായേനെ, അത് സർക്കാരിനും വലിയ സഹായമായേനെ. മുസ്ലിം ലീഗിനെ അഭിമാനിക്കുകയും ചെയ്യാം. 40 കോടി രൂപ മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ പിരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എന്ന് പറയുകയും ചെയ്യാം. സർക്കാർ പദ്ധതിയെ അവർക്ക് വിമർശിക്കുകയും ചെയ്യാം. കാരണം സർക്കാരിന് മുസ്ലിം ലീഗ് കൂടി പണം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സർക്കാർ പദ്ധതിയിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവർക്കും ഗുണകരമായ ഒരു പദ്ധതിയായി മാറുമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് പണം പിരിച്ച് പ്രത്യേകം വീടുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിലേക്ക് ഏത് മാർഗം ഉപയോഗിച്ചും ആരെയെങ്കിലും പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അവരോട് കാണിച്ചത് വലിയ ചതിയാണ്. സ്വമേധയാ ഒരിക്കലും മുസ്ലിം ലീഗിനെ വീട് സ്വീകരിച്ച് പോയവരുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. മറ്റ് ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയമായും മതം ഉപയോഗിച്ചുമൊക്കെ അവരെ തങ്ങളുടെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദുരന്തബാധിതരോട് ചെയ്ത വലിയ ചതിയായി പോയി എന്നേ ഇപ്പോൾ പറയാൻ കഴിയൂ. വരും ദിവസങ്ങളിൽ വീട് നിർമ്മിച്ചു നൽകി ആ വീടിൻ്റെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് കാണാം. ഒരു മഴയും ഒരു വെയിലും പിന്നൊരു മഴയും പെയ്താൽ വീട് ഇതുപോലെ ഉണ്ടാകുമോ എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. കാത്തിരുന്ന് അതും കൂടി നമുക്ക് കാണാം.